ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു 3 തരം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ടീയെ പറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 6 വർഷത്തിന് മുമ്പ് തൊട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞങ്ങൾ ആയുർവേദിക്കിൻ്റെ ഒരു ടീ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതോടുകൂടി നമുക്കതെല്ലാം നല്ലതായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും നല്ല പറ്റിയൊരു ഡ്രിങ്കാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലം കൂടി ആയതുകൊണ്ട് നല്ല എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കാം, പക്ഷെ നല്ല എനർജിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഞങ്ങൾ കോവിഡ് സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ വന്ദനയും ഡോക്ടർ രാജൻചേട്ടനും സജഷനായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ ഞങ്ങൾ ഹോമിയോയുടെ മരുന്നായിരുന്നു ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരന്നേരം തന്നെ ഡോക്ടേഴ്സ് 2 പേരും പറഞ്ഞിരുന്നു ഈ കുടിക്കുന്ന ടീയും കൂടെ കഴിച്ചോളം പറഞ്ഞു. പക്ഷെ എന്തായാലും 2 കോവിഡിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഫാമിലിക്ക് ആർക്കും വന്നുമില്ല. അതുകൊണ്ടാണ് ഈ ടീ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കാണണം, ആദ്യമായിട്ട് കാണണം. ഇന്ന് നല്ലൊരു എനർജിക്കായിട്ടുള്ള രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഈ ടീ ഇട്ട് കുടിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കുടിക്കാറുള്ള ടീ ഒരു 1 അവറെങ്കിലും കഴിഞ്ഞിട്ട് കുടിക്കുന്നതാണ് നല്ലത്, അല്ലെ ഹാഫ് അവറെങ്കിലും കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ വയറ് കുറയാന്, കൊളസ്ട്രോൾ എല്ലാത്തിനും നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ടീ ആണ്. അത് നമുക്ക് എങ്ങനെ ഇടുന്നത് നോക്കാം. അതുപോലെ തന്നെ ആദ്യം ഞാൻ ഇന്ന് ടിപ്പാണ് പറയുന്നത്. കൊളസ്ട്രോൾ കുറയുന്നതിനെ പറ്റി ഉള്ള ഒരു ടിപ്പാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. 5 വെളുത്തുള്ളി ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നല്ലതായിട്ട് ചതയ്ക്കുക. ചതച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഇതുപോലെ മുങ്ങിക്കിടക്കണം ഫുള്ള്. എന്നതിന് ശേഷം ഒരു രാത്രി മുഴുവനും ഇതുപോലെ വെക്കണം. വെച്ചതിന് ശേഷം ഇതുപോലെ രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞതിന് ശേഷം കുടിക്കുക. പല്ല് തേക്കുന്നതിന് മുമ്പ് വേണം ഇത് കുടിക്കാൻ. കുടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഭയങ്കര പ്രയാസമായിരിക്കും. ഇതുവഴി കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു എരിവായിരിക്കും. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം വാക്കിങ്ങിന് പോകുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കൊളസ്ട്രോൾ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് 10 ദിവസത്തിനകം അറിയാൻ പറ്റും, അത് കുറയുകയും ചെയ്യും. അതുപോലെ സ്റ്റാർട്ടിങ് കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കുക, കുറയുന്നതായിരിക്കും. ടാബ്ലറ്റ് എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടീ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടെർമറിക് സിനമൺ കോംബോ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പട്ട പൊടിച്ചത്. പിന്നെ നമുക്ക് എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിലാണ് വേണ്ടത്. പിന്നെ ഇല്ലെങ്കിൽ ഗീ ഉള്ളവർക്ക് ഗീ ചെയ്യാം. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ എൻ്റെ തീർന്നു പോയി. ഒലിവെണ്ണ ബെസ്റ്റാണ്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3-ൽ ഏതെങ്കിലും ഒരെണ്ണ ചെയ്യാവൂ, വേറെ ഒരെണ്ണയും യൂസ് ചെയ്യാൻ പാടില്ല. കുടിക്കാൻ വേണ്ടിയുള്ള ടീയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. തിളച്ച് വരുന്ന സമയത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ സിനമൺ പൊടി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് തിളയ്ക്കുക. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് ചിലവർക്ക് ഇഷ്ടമുള്ള എണ്ണ കാണുമല്ലോ. ഇപ്പം ഞാൻ ഒലിവെണ്ണ ഒഴിക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഒരു മീഡിയം ചൂട് വേണം കുടിക്കാൻ. ഇന്നത്തെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്താ വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. പിന്നെ കുമിൻസ് ടീ ലേസ്ഡ് വിത്ത് ഹണി. എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കരിഞ്ജീരകം, ജീരകം, നാരങ്ങ ജ്യൂസ്, അത് അരമുറിയുടെയാണ്. ഹണി, വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ കരിഞ്ജീരകം, 1 സ്പൂൺ ജീരകം. കരിഞ്ജീരകത്തിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഡയറ്റ് ചെയ്യുന്നവർക്ക് മെലിയാൻ വേണ്ടി ഇത് നല്ലൊരു ഇതാണ്. ഞങ്ങളൊക്കെ ഇത് പൊടിച്ചൊക്കെ തിന്നുമായിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ഈ കുടിക്കുന്ന ഡ്രിങ്ക് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർ രാവിലെയും കുടിക്കും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് വണ്ണം മെലിയുന്നവർക്ക് നല്ല ഒരു ഡ്രിങ്കാണ്. കുറച്ച് ഇതുപോലെ ഒന്ന് കുറച്ച് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് എന്നിട്ട് തണുത്തതിന് ശേഷം, തണുത്തത് പറഞ്ഞാൽ വാം വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് നാരങ്ങ ഒഴിക്കുക, ഹണി 1 സ്പൂൺ ഒഴിക്കുക, നല്ലതായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ചെറിയ ചൂട് വേണം കുടിക്കാൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടീയും റെഡിയായി. ഇതെല്ലാം ഒന്നടവിട്ട ദിവസങ്ങളിലാണ് കുടിക്കേണ്ടത്. മൂന്നാമത്തെ ടീ ഫെനുഗ്രീക്ക് ലെമൺ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉലുവ വേണം, നാരങ്ങയും മതി. പിന്നെ ആർക്കെങ്കിലും കയ്പ്പ് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടരുത്, ഹണി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂൺ ഉലുവയും ഇട്ട് തിളപ്പിക്കുക. അതിന് ശേഷം നാരങ്ങ ഒഴിക്കുക, നല്ലതായിട്ട് ഇളക്കുക. ഇപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളമായിരുന്നു ഒഴിച്ചത്, ഇത്രയും നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇതെല്ലാം ചെറിയ ചൂടോടുകൂടി വേണം ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറയാം. എന്ന് വെച്ചാൽ ഞാനിതിനകത്ത് ചെയ്ത മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം വീട്ടിൽ പൊടിച്ചതാണ്. ഇതെനിക്ക് മഞ്ഞൾപ്പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എൻ്റെ ഷീജാൻറ്റി കൊടുത്തു വിട്ടതാണ്. അവർ വീട്ടിൽ തന്നെ പുഴുങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. ബാക്കി എല്ലാ പൊടികളും എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് പാക്കറ്റെല്ലാം മായമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം, ക്യാൻസറും ഒക്കെയാണ് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഹെൽത്ത് ഒന്ന് നമ്മൾ തന്നെ നോക്കുക, ശരിയല്ല? അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ടീ റെഡിയായി. ഇത് ഓരോ ദിവസം ഓരോ ടീ ആയിട്ട് കുടിക്കുക. എന്നിട്ട് 1 മാസം കൊണ്ട് നമുക്കിത് റിസൾട്ട് അറിയാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.